ഇന്ന് നമ്മൾ നോക്കുന്നത് ടോർഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ 3rd മൊഡ്യൂളിൽ വരുന്ന ഒരു ഭാഗം തന്നെയാണ് ടോർഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ചുരുക്കിയാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ ക്ലാസ്സുകളെല്ലാം തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇപ്പോൾ ടോർക്ക് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരു ഫോഴ്സിൻ്റെ ട്വിസ്റ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ടേണിംഗ് എഫക്റ്റിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അതായത് അവിടെ നമ്മളത് തിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഫോഴ്സ് ഇൻറ്റു ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻറ്റിൽ നിന്നും നമ്മൾക്ക് എന്താണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സെൻട്രൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്. ഈ പ്രോഡക്റ്റിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മെഷീനുകൾ അല്ലെങ്കിൽ മറ്റ് മൂവിങ് പാർട്സുകളിലെല്ലാം തന്നെ ഷാഫ്റ്റുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നട്ട്, ബോൾട്ട്, ഇതുപോലെ റൊട്ടേഷൻ വരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ അവിടെ അത് ഒരു ഷിയറിങ് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. ടോർക്ക് ആക്ട് ചെയ്യുന്ന ഡിവൈസസിലെല്ലാം തന്നെ ഷിയറിങ് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഷാഫ്റ്റിന് മാക്സിമം എത്ര ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്താണ് ആ ഷാഫ്റ്റിൻ്റെ സ്ട്രെങ്ത്ത് എത്രയാണ്. നമ്മളൊരു ഷാഫ്റ്റ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ ഒരു മെഷീൻ ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൂവിങ് പാർട്സ് ആവാം, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്ത് എന്താണെന്ന് അറിയണം. അതിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് ആണ്. അതാണ് ഒരു ഷാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ സോളിഡ് ഷാഫ്റ്റുമുണ്ട്, അതുപോലെ തന്നെ ഹോളോ ഷാഫ്റ്റുമുണ്ട്. അപ്പോൾ അതിൻ്റെ മാക്സിമം സോളിഡ് ഷാഫ്റ്റിനും ഹോളോ ഷാഫ്റ്റിനും മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു ഷാഫ്റ്റിന് എത്ര പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എക്സാം ഓറിയൻറ്റഡ് ആണ്. കൂടുതൽ ഡെറിവേഷൻസ് ഒന്നുമില്ല. എങ്ങനെ ഇക്വേഷൻസിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള ഡെറിവേഷൻസ് ഇല്ല. ഡയറക്റ്റ് ഇക്വേഷൻസാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ ഒരു സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസിൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിനുള്ള ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. T = π/16 ടോ d³ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെങ്ത് ഇക്വേഷൻ ഓഫ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ടോർക്കാണ് കണ്ടെത്തുന്നത്. T = ടോർക്ക് ഇൻ ന്യൂട്ടൺ mm, ന്യൂട്ടൺ മില്ലിമീറ്ററിലാണ് നമ്മൾ സ്ട്രെങ്ത്ത്, ഷാഫ്റ്റിൻ്റെ സ്ട്രെങ്ത്ത് കാണുമ്പോൾ ടോർക്ക് വേണ്ടത് ഏതിലാണ്? ന്യൂട്ടൺ mmലാണ്. ഓക്കെ, ഇനി അവിടെ ഒരു ടേം വേറെ ഉള്ളത് ടോയാണ്. ടോ എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ഷിയർ സ്ട്രെസ്സാണ്. അത് Nm²ലാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഡി എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ്, mmലാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു സോളിഡ് ഷാഫ്റ്റിൻ്റെ സ്ട്രെങ്ത്ത്, അല്ലെങ്കിൽ എത്ര ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത്, അല്ലെങ്കിൽ എത്ര ടോർക്ക് താങ്ങാൻ കഴിയും. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്, അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന എഫക്റ്റുള്ള ഫോഴ്സിനെയാണ് ആക്ച്വലി ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്ര താങ്ങാൻ കഴിയുമെന്ന് ഒരു സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസിൽ ഈ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഹോളോ ഷാഫ്റ്റിനും ഇതുപോലെ തന്നെയാണ് ഇക്വേഷൻ ഉണ്ടാവുക. പക്ഷേ ഹോളോ ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇൻസൈഡ് ഡയമീറ്ററും ഔട്ട്സൈഡ് ഡയമീറ്ററും ഉണ്ടാവും, അല്ലേ? ഹോളോ എന്ന് പറഞ്ഞാൽ അതാണ് ഇൻസൈഡ് വേക്കൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. T = π/16 do⁴ - di⁴ /do. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിലേക്ക് π/16 ടോ എന്ന് പറയുന്ന ഭാഗം സെയിമാണ്. അതായത് ഈ ഒരു ഭാഗം
സെയിം ആണ്. സോളിഡ് ഷാഫ്റ്റിൽ അത് ഡി ക്യൂബ് ആയിരുന്നു. ഹോളോ ഷാഫ്റ്റിലേക്ക് വരുമ്പോൾ DO⁴ മൈനസ് DI⁴ ഡിവൈഡഡ് ബൈ DO. കാരണം ഇൻസൈഡും ഔട്ട്സൈഡും ഡയമീറ്റർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ എഴുതിയിട്ടുണ്ട് DO എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഡയമീറ്റർ, DI എന്ന് പറഞ്ഞാൽ ഇന്നർ ഡയമീറ്റർ. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു ഹോളോ ഷാഫ്റ്റിൻ്റെ ടോർക്ക് ട്രാൻസ്മിറ്റിംഗ് കപ്പാസിറ്റി കാണാനായിട്ട് കഴിയും. ഓക്കെ, ഈ ഇക്വേഷൻ തന്നെ ഒന്ന് വേറെ മറ്റൊരു രൂപത്തിൽ എഴുതിയതാണ് ഇവിടെ കാണുന്നത്. എന്താണ്? π/16 ടോ DO³ × 1 - K⁴. സെയിം ഇക്വേഷൻ തന്നെയാണ്, നമ്മൾ ഈ കാണുന്ന ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഞാനിപ്പോൾ ബോക്സ് ആക്കി വരച്ചിരിക്കുന്നത്. അതിനൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയതാണ് K⁴. K എന്ന് പറഞ്ഞൊരു ടേം വന്നിട്ടുണ്ട്. ആ K എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. K = DI/DO. അതായത് ഇന്നർ ഡയമീറ്ററിൻ്റെയും ഔട്ടർ ഡയമീറ്ററിൻ്റെയും ഒരു റേഷ്യോ ആണ് K എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ ഇൻസൈഡ് ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ഔട്ട്സൈഡ് ഡയമീറ്റർ ചെയ്താൽ നമുക്ക് K കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനും ഉപയോഗിക്കാം. ഓക്കെ, ഈ ഇക്വേഷൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ചില കേസുകളിൽ നമ്മൾ ഡയമീറ്റർ കണ്ടെത്തേണ്ട ചില കേസുകളുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാറുണ്ട് ഹോളോ ഷാഫ്റ്റിൻ്റെ കേസിൽ. നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നത്. ഓക്കെ, അടുത്തത് പവർ ട്രാൻസ്മിറ്റഡ് ബൈ ദ ഷാഫ്റ്റാണ്. അതായത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനാണല്ലോ സാധാരണ കൂടുതലായിട്ടും ഷാഫ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ടോർക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എത്രത്തോളം പവർ ടോർക്കിന് അനുബന്ധമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. P = 2πNT ഡിവൈഡഡ് ബൈ 60. അതാണ് ഇക്വേഷൻ. നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട് P = പവർ P = 2πNT ഡിവൈഡഡ് ബൈ 60. P എന്ന് പറഞ്ഞാൽ പവർ ഇൻ വാട്ട്സ്. പവർ ഇൻ വാട്ട്സ് ആണ്. ഓക്കെ, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ദി ഷാഫ്റ്റ്, RPM-ലാണ്. അതായത് ക്യാപിറ്റൽ N എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഓഫ് ദി ഷാഫ്റ്റ്, അതിൻ്റെ യൂണിറ്റ് RPM. T ശ്രദ്ധിക്കുക, പവർ ട്രാൻസ്മിറ്ററിൻ്റെ ഇക്വേഷനിൽ T ടോർക്ക് തന്നെയാണ്. പക്ഷേ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? മീൻ ടോർക്കാണ്. അതിൻ്റെ യൂണിറ്റും കൂടെ ശ്രദ്ധിക്കുക, ന്യൂട്ടൺ മീറ്ററാണ്. നേരത്തെ നമ്മൾ സ്ട്രെങ്ത് അല്ലെങ്കിൽ ടോർക്ക് കാണുമ്പോൾ അവിടുത്തെ ടോർക്ക് നമുക്ക് ന്യൂട്ടൺ മില്ലിമീറ്ററിലാണ്. പവർ ട്രാൻസ്മിറ്ററിൻ്റെ കേസിൽ പറയുന്നത് മീൻ ടോർക്കാണ് അല്ലെങ്കിൽ ഏവറേജ് ടോർക്കാണ്, അത് ന്യൂട്ടൺ മീറ്ററിലാണ്. രണ്ടും ശ്രദ്ധിക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യം ആവശ്യം വരും. ഓക്കെ.